ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റസ്ന ഫ്രം എഫ് ടെക് സപ്പോർട്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വെർച്വൽ നെറ്റ്വർക്കിനെ കുറിച്ചാണ്, അഥവാ വിനെറ്റ്. എന്താണ് വെർച്വൽ നെറ്റ്വർക്ക് എന്ന് നോക്കാം. നമുക്ക് ഫിസിക്കൽ നെറ്റ്വർക്ക് എന്ന് നോക്കാം. നമ്മുടെ ഡിവൈസുകളെല്ലാം വയർഡോ വയർലെസ്സോ ഉപയോഗിച്ചിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ ഡൊമൈനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത ഡിവൈസുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പോർട്ട് അഡ്രസ്സും IP അഡ്രസ്സും അതുപോലെ MAC അഡ്രസ്സുമാണ്. ഇത് നെറ്റ്വർക്ക് എഞ്ചിൻ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും IP അഡ്രസ്സാണ്. ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ഏതാണ് ഡിവൈസുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, അഥവാ നമ്മൾ വെർച്വൽ നെറ്റ്വർക്കിൻ്റെ ലാബിൽ സെക്ഷൻ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ എന്താണ് IP അഡ്രസ്സ് എന്ന സബ്നെറ്റിംഗ് നോക്കണം. ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ രണ്ടിൻ്റെയും ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ രണ്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ലാബ് സെഷൻ തുറന്നു മുമ്പ് IP അഡ്രസ്സിനെ സബ്നെറ്റിംഗ് വീഡിയോ കണ്ടിട്ട് ലാബ് സെഷൻ കാണുക. സോ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നമ്മൾ ഓൺ പ്രീമിയർ സെർവറിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് പ്രിൻറ്റേഴ്സ് ഉണ്ടാവും, ലാപ്ടോപ്പ് ഉണ്ടാവും, PCs ഉണ്ടാവും, സ്വിച്ചുകൾ ഉണ്ടാവും, അതുപോലെ സെർവേഴ്സ് ഉണ്ടാവും, റൗട്ടേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കേബിൾസ് വേണം. അതിന് ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റാക്ക് വേണം. അതായത് കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യണം. അവിടെ ഇത് മെയിൻ്റെയിൻ ചെയ്യുന്ന ഇലക്ട്രീഷ്യൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ടെക് സപ്പോർട്ടേഴ്സും സിസ്റ്റം അഡ്മിനൊക്കെ വേണം. ഇതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. പക്ഷേ നമ്മളൊരു ക്ലൗഡിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ 2 സർവീസസ് ചെയ്യുന്നു. ഒന്ന് വെർച്വൽ മെഷീനും മറ്റേത് വിനെറ്റും. എന്നിട്ട് ഈ വെർച്വൽ മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായ സർവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ഈ വിനെറ്റ് ഉപയോഗിച്ച് ഇതൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ നെറ്റ്വർക്കിംഗ് പോസിബിൾ ആക്കുന്നു. നമ്മളൊരു ഓൺ പ്രീമിയസിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ക്ലൗഡിൽ നമുക്ക് ഇത്രയും നേരത്തെ കണ്ട പോലെ ഇത്രയും കേബിൾസും ഇത്ര ഡിവൈസസും ഈ സ്വിച്ചിനും റൗട്ടിങ്ങിനൊക്കെ അത് സർവീസിന് ലക്ഷങ്ങൾ രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം, അതിൻ്റെ ലൈസൻസിനും ആ ഡിവൈസിനൊക്കെ വേണ്ടി. പക്ഷേ ക്ലൗഡിലോട്ട് വരുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഓൺ പ്രീമിയസിന് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ എമൗണ്ട് ചിലവായി തന്നെ നമുക്ക് ക്ലൗഡിൽ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, സർവേഴ്സും അതുപോലെ വെർച്വൽ നെറ്റ്വർക്കൊക്കെ. ഇനി നമുക്ക് എന്താണ് സർവർലെസ് ടെക്നോളജി, അഥവാ നമ്മൾ വിനെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിനെറ്റ് അത് വെർച്വൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ക്ലൗഡിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സർവർലെസ് ടെക്നോളജി. എന്താണ് സർവർലെസ് ടെക്നോളജി? ഇവിടെ ഒരു ഫിസിക്കൽ സർവറിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ് നമ്മൾ വെർച്വൽ മെഷീനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡിപ്ലോയിങ് ചെയ്യുന്നത്, മാനേജ് ആൻഡ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് ക്ലൗഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെഡിക്കേറ്റ് ഡാറ്റ സെൻറ്റർ നമ്മൾ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട. നമുക്കറിയാം നമ്മളിതൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നത് വിൻഡോസിൻ്റെ ഡാറ്റ സെൻറ്ററിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു PCയും ഒരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളെ സെർവറിനെയോ നമ്മൾ വെർച്വൽ മെഷീനെയോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് വെർച്വൽ നെറ്റ്വർക്കിൻ്റെ വർക്കിംഗ് നോക്കാം, അഥവാ ക്ലൗഡിൽ വർക്കിംഗ് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? Azure പോർട്ടൽ ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്ററിൽ നമ്മൾ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ റിസോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? റിസോഴ്സസ് ആയ വെർച്വൽ മെഷീനും വിനെറ്റും കോൺഫിഗർ ചെയ്യുന്നു. എന്നിട്ട് ഈ വിനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ വെർച്വൽ മെഷീനും ഇൻ്റർ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് വെർച്വൽ നെറ്റ്വർക്ക് ഗേറ്റ്വേ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് റൂട്ട് VPNും സൈറ്റ് ടു സൈറ്റ് VPNും ഉപയോഗിച്ച് നമ്മുടെ ഹെഡ് ഓഫീസിലോട്ടും ബ്രാഞ്ച് ഓഫീസിലോട്ടും ഇൻ്റർനെറ്റ് ത്രൂ നമ്മളൊരു കണക്ടിവിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു. നമ്മൾ ഓൺ പ്രീമിയസിനെ സംബന്ധിച്ച് എത്രയോ സിമ്പിളാണ്. കാരണം നമുക്ക് ഡാറ്റ സെൻറ്റർ വേണ്ട. ഇതൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്ററിലാണ്. നമുക്കൊരു ആക്റ്റീവ് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പോ PCയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വെർച്വൽ മെഷീൻസും സർവേഴ്സും ഒക്കെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ തിയറി പോർഷൻസ് കവർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ വെർച്വൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നമ്മൾ വെർച്വൽ മെഷീനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വെർച്വൽ മെഷീൻ ചെയ്യുമ്പോൾ ഈ വിനെറ്റുമായി കണക്ട് ചെയ്ത് എങ്ങനെയാണ് വെർച്വൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു എങ്ങനെ നമുക്കൊരു വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ നമുക്ക് IPs ഡിസൈൻ ചെയ്യാം, അതുപോലെ സബ്നെറ്റിംഗ് എങ്ങനെ കൊടുക്കാം എന്ന കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വെർച്വൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന ലാബ് നമുക്ക് ചെയ്യാൻ പോകും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ലാബിലോട്ട് പോകാം. അതിനായി ഞാൻ ഇവിടെ നിന്ന് ഹോമിൽ നിന്ന് വെർച്വൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നു. അതിൽ നമുക്കുള്ള സെർച്ചിൽ നിന്നോ നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് നമ്മുടെ ബ്ലേഡ് ഏരിയയിൽ നിന്നോ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ ഫ്രീ ആണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത റിസോഴ്സ് ഗ്രൂപ്പ് നമുക്ക് വരുന്ന പുതിയ റിസോഴ്സ് ഗ്രൂപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ റിസോഴ്സ് ഗ്രൂപ്പ് എടുക്കാം. ഞാൻ ഇതിന് വേണ്ടി റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെയിൽസ് എന്ന റിസോഴ്സ് ഗ്രൂപ്പ് എടുക്കുന്നു. അതിനുശേഷം ഞാൻ നെയിം കൊടുക്കുന്നു, സെയിൽസ് എന്ന് കൊടുക്കുന്നു.
നമ്മുടെ റീജിയൻ ഏഷ്യ സൗത്ത് ഇന്ത്യനെയാണ്. നെക്സ്റ്റ് IP അഡ്രസ്. എന്നിട്ട് ഇവിടെ നമുക്ക് അസ്യൂർ തന്നിട്ടുള്ളത് 10.2.0.0/16 അതായത് ഒരു ക്ലാസ് B റേഞ്ച് IP അഡ്രസ്സാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ 65,536 വൈൽഡ് IPs നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇനി എഡിറ്റ് ചെയ്തിട്ട് വേറെ റേഞ്ചൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നിന്ന് ഞാൻ വേറെ റേഞ്ചൊന്നും കൊടുക്കുന്നില്ല. അടുത്ത് ഞാൻ സബ്നെറ്റിലോട്ട് പോകുന്നു. ഇവിടെ ഡിഫാൾട്ടായിട്ട് എനിക്ക് 24 സബ്നെറ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടി ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ പുതിയ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യം സെയിൽസ് മാനേജർക്ക് വേണ്ടിയിട്ട് സെയിൽസ് മാനേജർ എൻ്റെ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 10.2.0.0/24 ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സെയിൽസ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് വേറെ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 1.0/24 എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സെക്യൂരിറ്റി. ഇവിടെ ബെസ്റ്റ് ഹോസ്റ്റ് DDoS പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫയർവാളിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഇതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. DDoS എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ഡൊമൈൻ ഓഫ് സർവീസ്. അതാ DDoS എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് DOS അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 കമ്പനി വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ആമസോണുണ്ട്, ഫ്ലിപ്കാർട്ടും ഉണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു, ആമസോണിൻ്റെ സർവർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് TCP സിങ്ക് ഫ്ലഡിങ് പോലുള്ള അറ്റാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനായിട്ട് സർവർ ഡൗൺ ആക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആമസോൺ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാതാവുകയും അതിൽ സ്റ്റക്ക് ആവുകയും നമുക്ക് കണക്ടിവിറ്റി വളരെ സ്ലോ ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഫ്ലിപ്കാർട്ടിലോട്ട് മൂവ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന അറ്റാക്കിനാണ് DDoS അറ്റാക്സ്. ഇതിനെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ സെപ്പറേറ്റും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അടിക്കുന്നു. ടാക്സ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് വീണ്ടും. ഇപ്പോൾ ഇവിടെ വാലിഡേഷൻ പാസ്സായിട്ടുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആണ് ഡിപ്ലോയ്മെൻറ്റ് ഈസ് പ്രോഗ്രസ്. ഇപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് സക്സീഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗോ ടു റിസോഴ്സിലോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ സെയിൽസ് എന്ന വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് റിസോഴ്സ് ഗ്രൂപ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് എന്ന റിസോഴ്സ് ഗ്രൂപ്പിലാണ് ഉള്ളത്. നമ്മുടെ ലൊക്കേഷൻ സൗത്ത് ഇന്ത്യയിലാണ്. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് തന്ന IP അഡ്രസ് റേഞ്ച് 10.2.0.0/16 ക്ലാസ് B റേഞ്ചിൽ IP ആണുള്ളത് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ലോഗ്, അതിന് ആക്സസ് കൺട്രോൾ, IAM ടാക്സ്, ഡയഗ്നോസിസ് ആൻഡ് സോൾവ് പ്രോബ്ലം, ഇതൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളതാ റിസോഴ്സ് ഗ്രൂപ്പിൻ്റെ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇനി ഇതിൽ വരുന്നത് അഡ്രസ് സ്പേസ്. നമുക്കിവിടെ 10.2 റേഞ്ചിൽ IP ആണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ 10.2.0.0 to 10.2.55 അതാ 65,536 വൈൽഡ് IPs നമ്മൾ കിട്ടും. നമുക്ക് വേണമെങ്കിൽ പുതിയ IP റേഞ്ചൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്ത നമുക്ക് കണക്റ്റഡ് ഡിവൈസസ്. നമ്മളിപ്പോൾ ഒരു ഡിവൈസുമായി കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ പല ഡിവൈസുമായിട്ട് ഈ വെർച്വൽ നെറ്റ് കണക്ട് ചെയ്തിട്ട് അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത സബ്നെറ്റ്. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ സെയിൽസ് മാനേജറും സെയിൽസ് എംപ്ലോയീസും 2 സബ്നെറ്റാണ് ഉള്ളത്. അത് 251 യൂസേഴ്സേ ഉള്ളൂ. ശരിക്കും നമ്മൾ ക്ലാസ് C റേഞ്ച് IP ആണ് 24 സബ്നെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 2⁸, അത് 256 IPs കിട്ടണം. അതിൽ 2 IPs നമുക്കറിയാം. IP അഡ്രസ്സ് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. 2 IPs, ഫസ്റ്റ് IP ലാസ്റ്റ് IPs. നെറ്റ്വർക്ക് അഡ്രസ്സും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും റിസർവ്ഡ് ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് 3 IP കൂടെ ഇവിടെ റിസർവ് ചെയ്തിരിക്കുന്നത്. അഥവാ വാലിഡ് IPയിൽ ആദ്യത്തെ 3 IP 1ഉം 2ഉം 3ഉം. ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം 3ഉം. 1 ഉപയോഗിക്കുന്നത് ഡിഫാൾട്ട് ഗേറ്റ് വേക്കും, 2ഉം 3 ഉപയോഗിക്കുന്നത് Azure DNS സെർവറിൽ IPയുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ 2 IPs നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അഥവാ അസ്യൂറിൽ നമ്മൾ IP അഡ്രസ്സിൽ 5 IP ബൈ ഡിഫാൾട്ട് റിസർവ്ഡ് ആണ്. നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ്സും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും കൂടാതെ ഒരു ഡിഫാൾട്ട് ഗേറ്റ് വേയിലോട്ടും പിന്നെ DNS സെർവറുമായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി 2 IP, 5 IP നമ്മളിവിടെ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത DDoS പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കി. ഫയർവാൾ ഒക്കെ നമ്മൾ അടുത്ത് ഈ DDoS പ്രൊട്ടക്ഷനും ഫയർവാളും സെക്യൂരിറ്റിയൊക്കെ നമ്മൾ അഡീഷണൽ വീഡിയോസായി ചെയ്യുന്നുണ്ട്. പിന്നെ DNS സെർവർ നമുക്കറിയാം, ഡൊമൈൻ സർവീസ്, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കിവിടെ കസ്റ്റമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോഴുള്ള ഡിഫാൾട്ടാണ്, ഞാൻ മാറ്റുന്നില്ല.
പിയറിംഗ് സത്യം പറഞ്ഞാൽ രണ്ട് വെർച്വൽ നെറ്റ്വർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിയറിംഗ് ഒക്കെ. പിന്നെ പ്രോപ്പർട്ടീസ്, ലോക്സ്, ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. പിന്നെ ഇത് പ്രധാനമായിട്ടുള്ളതൊന്ന് ഡയഗ്രാം. നമുക്കിവിടെ ഒരു ട്രീ സ്ട്രക്ചറിൽ നമ്മളെ വെർച്വൽ നെറ്റ്വർക്കിൻ്റെ ഡയഗ്രാം കാണാൻ പറ്റുന്നതാണ്. ഇവിടെ സെയിൽസ് എന്നൊരു വെർച്വൽ നെറ്റ്വർക്ക്, അതിന് 2 സബ് നെറ്റ്വർക്ക്സ് അഥവാ 2 സബ്നെറ്റ്സ്, സെയിൽസ് മാനേജറും സെയിൽസ് എംപ്ലോയീസും. അതുപോലെ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്തൊക്കെ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ടോപ്പോളജി ഒക്കെ വെക്കാം. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ടോപ്പോളജി വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വെർച്വൽ മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ വെർച്വൽ മെഷീൻ എങ്ങനെ വെർച്വൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ഉപയോഗിക്കാം എന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിയറിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ അതിന് ശേഷമുള്ള ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ IP അഡ്രസ് സബ്നെറ്റിനെ കുറിച്ചൊക്കെ വീഡിയോസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളിപ്പോൾ അത് കണ്ടിട്ടില്ല, എന്തായാലും ആ വീഡിയോസ് കാണാം. എന്നാലും നിങ്ങൾക്ക് വെർച്വൽ നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവും. കാരണം വെർച്വൽ നെറ്റ്വർക്ക് പ്രധാനമായിട്ടും IP അഡ്രസ്സും സബ്നെറ്റും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് ഒന്ന് കാണണം. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്.